ഹലോ, പിപ്പീസ് വ്ളോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല തണുപ്പുണ്ട്. ഒരു കയ്യിൽ മാത്രം ഗ്ലൗസ് ഇട്ടുള്ളൂ, മറു കയ്യിൽ ഇട്ടിട്ടില്ല. ക്യാമറ വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പിപ്പീസ് വ്ളോഗിലേക്ക് സ്വാഗതം. താങ്ക് യു. കാശ്മീരിൻ്റെ കടുക് പാടമാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹരമായൊരു കടുക് പാടം, അടിപൊളിയാണ്. ഈ കടുക് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുന്നത് എന്തൊരു ഭംഗിയല്ലേ. നല്ല മഞ്ഞ കളറിൽ സൂപ്പർ, ഒന്നും പറയാനില്ല, പൊളിയാണ്. മനോഹരമായ കാഴ്ചകളിലൂടെ പിപ്പീസ് വ്ളോഗ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ കാഴ്ചകൾ, രണ്ട് പാടവും നമ്മളുടെ കടുക് പാടങ്ങളും, എന്ത് മനോഹരമായൊരു കാഴ്ച, എന്തൊരു രസകരമായൊരു വിഷ്വലാണെന്നുള്ള കാശ്മീരത്തെ ഈ യാത്ര. എത്ര കണ്ടാലും മതി വരില്ല. അങ്ങ് അറ്റം വരെ കടുക് പാടങ്ങളാണ്, അങ്ങ് അറ്റം വരെ. ആപ്പിൾ തോട്ടങ്ങൾ പൂവിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ കാണുന്നൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ്. പൂത്ത് നിൽക്കുന്ന കടുക് പാടം. കാശ്മീരിൻ്റെ സൗന്ദര്യം ഇവിടെ കടുക് കൃഷിയിലാണ് നമുക്ക് കാണുന്നത്. കാശ്മീരിലെ ഓരോ യാത്രയിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് മനോഹരമായ ആ കൃഷിയാണ്, കടുക് കൃഷിപ്പാടങ്ങളാണ്. ചേട്ടൻ്റെ ആല പറാത്ത കഴിക്കണം, പറാത്ത അടുത്തുള്ളവർ വെയിറ്റിങ്ങിലാണ്. അവിടെ വെച്ചോ, ചേച്ചി കഴിച്ചോ, ചേച്ചി കഴിച്ചോ. അപ്പോൾ പിപ്പി കഴിക്കുന്നു. അച്ചാറ് പൊളിയാണ്, പൊളിയാണ്. ഭക്ഷണം വേണ്ടാത്ത ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതാ ആളിലൊക്കെ ഭക്ഷണം വേണ്ടാത്ത ആളാണ്. ഈ ആൾ ഭക്ഷണം വേണ്ടാത്ത ആളാണ്. വായിൽ വെക്കരുത്. ഇഷ്ടപ്പെടാ. അങ്ങനെ കാശ്മീർ യാത്രക്കിടയ്ക്കൽ ഞങ്ങൾക്ക് ഒരു ടോൾ പ്ലാസ കിട്ടി. ടോൾ പ്ലാസയിൽ അത്യാവശ്യം ചെറിയ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മൾ സാധാരണ കാണുന്ന ഹൈവേകളിൽ കാണുന്ന അത്രയും ഒരു തിരക്ക് അവിടെ അനുഭവപ്പെട്ടില്ല. സംഭവം സീസൺ ആണെങ്കിൽ പോലും അധികം വാഹനങ്ങളൊന്നും കണ്ടില്ല. ഞങ്ങൾ രാവിലെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വാഹനങ്ങളുടെ തിരക്ക് കുറവ്. നമ്മൾ ഹൈവേ കൂടി പോകുന്ന സമയത്താണ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ആരോ കൊടുത്തിട്ട് പുൽവാമ എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ നമ്മൾ കാണിച്ചത്. ആ പുൽവാമ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് 2019 ഫെബ്രുവരി 14 തീവ്രവാദികൾ മനുഷ്യ ബോംബാക്രമണം നടത്തുകയുണ്ടായി. 40 CRPF ജവാന്മാരാണ് ആ സമയത്ത് ഈ അപകടത്തിൽ മരണമടഞ്ഞത്. അതിനുശേഷം ശക്തമായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ട് ഹൈവേകളിൽ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്വം CRPFന് നൽകുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പോഴൊക്കെ ഈ ഹൈവേയുടെ ഇരുവശങ്ങളിലായിട്ടും CRPFും അതോടൊപ്പം തന്നെ മിലിറ്ററി വണ്ടികളും പോകുന്നത് നമുക്ക് കാണാം. തുടരെ മിലിറ്ററി വണ്ടികൾ പോകുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന പുൽവാമ അല്ലെങ്കിൽ കാശ്മീർ ഹൈവേ. കാരണം ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരും റോഡുകളിലും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് മേഖലകളിലാണെങ്കിൽ പോലും CRPF ഉദ്യോഗസ്ഥരുടെ നീണ്ട നിര തന്നെ നമുക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ സഞ്ചാരത്തിൽ അല്ലെങ്കിൽ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. മിലിറ്ററി വണ്ടികൾ പോകുന്ന സമയത്ത് നമ്മളുടെ വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തുകയും മിലിറ്ററി വണ്ടി കടന്നു പോയതിനു ശേഷം മാത്രമാണ് നമ്മൾക്ക് പോകാൻ നമ്മൾ അനുവദിക്കുകയുള്ളൂ. അതാണ് നമ്മൾ ഈ യാത്രയിൽ കണ്ട കാഴ്ച. കാരണം തുടരെ തൊട്ടടുത്ത് 100 മീറ്റർ 200 മീറ്ററിന് അടുത്തായിട്ട് തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് CRPF ഉദ്യോഗസ്ഥരാണ്. നമ്മൾ നോക്കി നിൽക്കാതെ നമ്മുടെ വണ്ടി തടഞ്ഞു നിർത്തുമ്പോൾ തന്നെ ഒരുപാട് മിലിറ്ററി വണ്ടികൾ കടന്നു പോകുന്നത് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. കാരണം
മിലിറ്ററി വണ്ടികൾ സഞ്ചരിക്കുന്ന സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും സഞ്ചരിക്കരുത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് നമ്മൾ വണ്ടികളെല്ലാം ഒതുക്കിയിട്ട് മിലിറ്ററി വണ്ടികൾ കടന്നു പോകാനുള്ള സമയം കൊടുത്തതിന് ശേഷം, ആ വണ്ടികൾ പൂർണ്ണമായിട്ട് കടന്നു പോയതിനു ശേഷം, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം മിലിറ്ററി വണ്ടികളാണ്, അത് പൂർണ്ണമായിട്ട് കടന്നു പോയതിന് ശേഷം മാത്രമേ പിടിച്ചിട്ടിരിക്കുന്ന നമ്മുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. നമ്മളിപ്പോൾ കാണുന്ന ആ ദൂരെ കാണുന്ന മഞ്ഞുണ്ടല്ലോ, അതാണെന്ന് ശരിക്കും നമ്മൾ പോകുന്ന ലൊക്കേഷൻ ഗുൽമാർഗ്. അതായത് കാശ്മീരിന്റെ ഏറ്റവും ഉയരം കൂടിയ, ഏറ്റവും മനോഹരമായ, ഏറ്റവും കൂടുതൽ മഞ്ഞ് വ്യാപിച്ചു കിടക്കുന്ന ഒരു കിടിലൻ ലൊക്കേഷനാണ് ഗുൽമാർഗ്. ഗുൽമാർഗിനെ കുറിച്ച് പറയുമ്പോൾ, ഗുൽമാർഗിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോഴും, നമ്മൾ അതിലെ യാത്രകളും എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലൂടെ ആ ഗുൽമാർഗിന്റെ ബേസ് അല്ലെ താഴെ തട്ടിൽ നിന്നും പോകുന്ന കേബിൾ കാറുകളാണ്. കേബിൾ കാറുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 10,000-കണക്കിന് അടി ഉയരത്തിലേക്കാണ് ഈ കേബിൾ കാറുകൾ പോകുന്നത്. 2 ഫേസ് ആണ്, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്. ഇതെല്ലാം ടിക്കറ്റുകളെല്ലാം നമ്മൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുന്നത്. അവിടെ ചെന്നിട്ടൊന്നും ബുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓൺലൈനിൽ ബുക്ക് ചെയ്യും. ഫസ്റ്റ് ഫേസ് കടന്ന് ചെല്ലുമ്പോഴേക്കും ഏകദേശം 3050 മീറ്റർ ഉയരത്തിലാണ് ചെല്ലുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് കടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആൾക്ക് കേബിൾ കാറിന് 800 രൂപയാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഫേസിലേക്ക് പോകുമ്പോഴും 1000 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ 1800 രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് ഗുൽമാർഗിന്റെ അങ്ങ് ടോപ്പ് മോസ്റ്റ് സ്ഥലത്ത് ചെന്ന് ആ മഞ്ഞിലിറങ്ങി നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒരു 2 ആഴ്ചക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഇതൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു മലയുടെ മുകളിൽ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ നിരപ്പായ സ്ഥലത്തോടുകൂടി ഓടി വന്നു. അവസാനം നല്ല ഹൈറ്റുള്ള മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറുന്ന കയറ്റം കഴിഞ്ഞ് ചെല്ലുന്നതാണ് നമ്മുടെ ഗുൽമാർഗിന്റെ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ഗുൽമാർഗിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗുൽമാർഗിന്റെ താഴെ ഭാഗത്ത്, അതായത് ബേസ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന്, അത് ഡ്രൈവർ പറയുന്നത് ഇവിടുന്ന് നമ്മളൊരു എക്സ്ട്രാ ഒരു വണ്ടി പിടിച്ചിട്ട് വേണം ഈ ലൊക്കേഷനിലേക്ക് പോകാമെന്നാണ്. പക്ഷെ വണ്ടി പിടിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരാൾക്ക് 500 രൂപയ്ക്കാണ്. 7 പേരുണ്ടെങ്കിൽ 3500 രൂപയാണെന്ന് പറയണം. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ 2.5 കിലോമീറ്റർ ഉണ്ടെന്നാ. പക്ഷെ 2.5 കിലോമീറ്റർ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു, നമ്മൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. കാരണം കേബിൾ കാറിന്റെ ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിക്കണം. അവസാനം വേറൊരു പാർട്ടി വന്നിട്ട് പറഞ്ഞു ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് 700 രൂപ ഞങ്ങൾ നിങ്ങൾ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3500 രൂപയിൽ നിന്നും 700 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ നടന്നു തുടങ്ങിയ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ ഇറക്കിയത്. അപ്പൊ ഊടായ്പും തട്ടിപ്പിന്റെ തട്ടിപ്പും എല്ലാ കൊള്ളയും നടക്കുന്ന സ്ഥലമാണ് ഈ ടൂറിസ്റ്റ് മേഖല. ഇത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്ന അനുഭവം അതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഗുൽമാർഗിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിന്റെ തൊട്ടടുത്താണ് ഈ ലൊക്കേഷൻ. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഗുൽമാർഗ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ വരുന്ന വണ്ടി എവിടെയാണോ പാർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് ഏകദേശം ഒരു 700 മീറ്റർ നടന്നാൽ മാത്രം മതി. കാരണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് 700 മീറ്റർ നടന്നാൽ മതി എന്ന്. പക്ഷെ ഇവന്മാര് ലോക ഊടായ്പാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വണ്ടി പിടിക്കേണ്ട ആവശ്യമില്ല, നടന്ന് നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ എത്താം. വെറും 700 മീറ്റർ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ക്യൂവിലാണ്. ക്യൂ വലിയൊരു നീണ്ട ക്യൂ ആണ് കേബിൾ കാറിൽ. ഇവിടെ നിന്നാണ് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കേബിൾ പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്യൂ ഉണ്ട്. ഞങ്ങൾ ഫാമിലീസൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നല്ലൊരു ക്യൂ ഉണ്ട്. അപ്പോൾ ആ ക്യൂ എപ്പോൾ എത്തുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് സമയം എടുക്കും കേബിൾ കാറിൽ കയറാൻ. എന്തായാലും നമുക്ക് കേബിൾ കാറിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. കഴിക്കാനായിട്ട് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് 2 എണ്ണമാണ് വാങ്ങിച്ചത്. ഒരെണ്ണം ഇവിടെ സാമിയെ കൊടുത്തു, സാമി അത് കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു 5 സ്റ്റാർ, 2 സ്റ്റിക്കേഴ്സ്, ഒരു ബൂമർ. അപ്പോൾ ഈ ബൂമറൊക്കെ കൂടി 210 രൂപയായി. അതായത് ഇതിൻ്റെ യഥാർത്ഥ റേറ്റ് എത്ര?
സ്ലിക്കേഴ്സിന് 50 രൂപ. സ്ലിക്കേഴ്സിന് 50 രൂപ. MRP + 20. ആ എന്നാലും 50 രൂപ എന്ന് പറയുമ്പോൾ 2 സ്ലിക്കേഴ്സ് 100 രൂപ ഉള്ളൂ. പിന്നെ ഒരു 5 സ്റ്റാറിന് 40 രൂപ, 20 രൂപ. അപ്പോൾ 50, 20, 70, 100, 120, 10, 130 രൂപയുടെ സാധനം 210 രൂപ വാങ്ങിച്ചു. അതാണ് ഇവിടുത്തെ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങ് ആകാശത്താണ്. ഗുൽമാർഗ് എന്ന് പറഞ്ഞാൽ അങ്ങ് ടോപ്പിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് നഷ്ടമാണ്. ഏത് പ്രിൻ്റ് പ്രൈസിന് കൊടുക്കാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നമ്മുടെ അത് ഇത്ര പൈസ വാങ്ങിക്കണത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കുക, അല്ലാണ്ട് വേറെ ഒന്നും നിവർത്തിയില്ല. വേറെ ഒന്നും കഴിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ഓക്കെ, ഐസ് ഉരുകി വരുന്ന വെള്ളമാണ് ഇതിലെ കൂടി അതിശക്തമായി ഒഴുകി പോകുന്നത്. ഇതാണ് ക്യൂ, നമ്മുടെ കേബിൾ കാറിന് കയറേണ്ട ക്യൂ ആണ്. കേബിൾ കാറിൻ്റെ ക്യൂ ഒരു രക്ഷയില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 100-500 പേരെ മേലെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്യൂ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. സമയം 1 മണിയായി. ഞങ്ങളിനി കേബിൾ കാറിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1:30 ആകാൻ സാധ്യതയുണ്ട്. അതിന് മാത്രം ആളുകൾ ഇവിടെ ഉണ്ട്. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം തിരക്ക്. ദേവു ആഹാ അവരവിടെ ഇരുന്ന് കേബിൾ കാർ കയറാനുള്ള തിരക്ക് ഒരു നിസ്സാര തിരക്കല്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. മണിക്കൂറുകൾ ഞങ്ങൾ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒന്നും പറയേണ്ട, ഇതൊരു വർക്കിംഗ് ഡേയിലാണ്. അപ്പോൾ പിന്നെ ഒരു ഹോളിഡേ ആണെങ്കിലുള്ള അവസ്ഥ എന്താണ്? ഞങ്ങൾ യാത്ര തുടങ്ങി. കേബിൾ കാറിൽ ഞങ്ങൾ യാത്ര തുടങ്ങി. സമയം നോക്കിയോ? ഞങ്ങള് 1:30 കേബിൾ കാർ, 1:35 കേബിൾ കാർ ഫസ്റ്റ് ഫേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഫേസ് ആണ്, 2 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ ഞങ്ങൾ 6 പേരുള്ളൂ. മകൻ ഷാരോൺ അടുത്ത കേബിൾ കാറിലാണ്. ദേവിക ഹായ് പറയും. അപ്പൊ ഒരു ഹായ് പറഞ്ഞ ദേവുട്ടി. ചേട്ടൻ എന്താണ് അവലോസുണ്ടാ? ബൈ ബൈ. ഇതാണ് നമ്മളുടെ കേബിൾ കാർ. അയ്യോ, ഇതൊക്കെ ഹരാ പോയപ്പോ എന്തായിരുന്നു? മഞ്ഞല്ലേ? മഞ്ഞമൂടി. ചിലവര് നടന്നു കയറുന്നുണ്ട്. നോക്കിക്കേ താഴെ. ഒരു സ്പീഡ് ഉണ്ടല്ലേ? അങ്ങനെ നോക്കുമ്പോ ബുദ്ധിമുട്ട് വരുന്നത്. ഇതാണ് മഞ്ഞെന്നൊക്കെ പറഞ്ഞ സാധനം ഫസ്റ്റ് ഫേസിലില്ല. എനിക്കൊരു പേടി തോന്നുന്നില്ല. എന്താണത്? പേടില്ല. നമ്മള് കടന്നു വരുന്ന വഴികളാണ്. നല്ല ശബ്ദം ഉണ്ടല്ലേ ഈ സാധനം പോണതിന്. കേബിളിൽ കൂടി സാധനം ഉരുണ്ട് പോണതിന് നല്ല ശബ്ദമുണ്ട്. ആ കാണുന്ന മലയുടെ മുകളിൽ ചെല്ലും നമ്മൾ. കാണുന്ന മലയുടെ മുകളിൽ പിന്നെ കൊറേ ചെല്ലും. അപ്പൊ അത്ര ഹൈറ്റിലായ നമ്മള്. ചുറ്റിനും ഐസാണ് കേട്ടോ, സ്നോയാണ്. ചുറ്റിനും സ്നോ ഉണ്ട്. ബാക്കിൽ നോക്കിയാലും സ്നോ ഉണ്ട്. കേബിൾ കാറിനൊക്കെ നല്ല സ്പീഡാണ്. എനിക്ക് തോന്നുന്നു വേഗം കച്ചവടം അവസാനിപ്പിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. പിള്ളേർക്ക് ചേട്ടൻ ആവശ്യത്തെ കഴിച്ചുകൊണ്ടിരിക്കണം. നല്ല പച്ചപ്പ്. ഞങ്ങൾക്ക് 2 പിള്ളേര് കൂടെ ഉണ്ട്. അതിന് പച്ച വെള്ളം വേണ്ട. ആ പിള്ളേരാണ് ഒന്ന് ഇത് ഇവിടെ ഉണ്ടത്. സാമ്യ പച്ചവെള്ളം വേണ്ട.
ദേവുട്ടി രണ്ടുപേരെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. 10 ദിവസം ചെലവില്ല. അങ്ങനെ പിന്നെ ചില സമയത്ത് വായക്കൊള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യും. ഈ ആളുടെ വായക്കൊള്ളാത്ത സാധനങ്ങളുടെ പേര് പറഞ്ഞ് ഓർഡർ ചെയ്യും. എന്താണ് ഇന്ന് ഇവിടുത്തെ കഴിക്കാൻ തീരുമാനിച്ചത്? കാശ്മീരി പുലാവ് ആൻഡ് മാഗി. ഇത് നോക്കി പറഞ്ഞു. കാശ്മീരി പുലാവ്, പിന്നെ കാവ, കാവാട്ടി. കാവാട്ടി. അത് ആര് കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രചോദനം തോന്നിയത്? അഹന കൃഷ്ണ, നമ്മുടെ സിനിമാ നടിയല്ലേ? സിനിമാ നടി അഹന കൃഷ്ണ. പുള്ളി കഴിച്ചതിന്റെ ആണ് ഒരിക്കൽ പ്രചോദനമായത് കാശ്മീർ വരുമ്പോ. ഇപ്പൊ തണുപ്പുണ്ടല്ലോ. ഫസ്റ്റ് ഫേസിലേക്ക് എത്തി. നമ്മള് ഫേസ് 1 കയറി ഫേസ് 1 വന്നു. ഫേസ് 1 ടോപ്പിൽ വന്നു. ഇനി നമ്മൾ ഫേസ് 2 കയറണം. അതാണ് ഫേസ് 1 ടോപ്പ്. ആ കാണുന്ന വീഡിയോയിലാണ് നമ്മൾ കാണുന്നത്. ഫേസ് 1 വന്ന് ലാൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത്. അതായത് ഫേസ് 1 എത്തി. ഇത് ഫേസ് 2 ഉണ്ട്. ആ ഫേസ് 2 കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ഫേസ് 2 കാണാനായിട്ട് ഒരു കാപ്പി എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വേണം പോവാൻ. കാപ്പി പിടിക്കുന്നുണ്ടോ? കാപ്പി കുടിക്കുന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് കയറാം. ഇവിടെ റൈഡൊക്കെ നടപ്പുണ്ട്. ആ റൈഡിലാണ് ആളുകൾ അവിടെ കൂട്ടമായിട്ട് നിൽക്കുന്ന റൈഡാണ്. ആ റൈഡിലേക്ക് പോയിക്കാണ്ടെങ്കിൽ നമുക്ക് റൈഡുകളിൽ കയറാം. ബൈക്ക് റൈഡ് ഉണ്ട്, 4 വീൽ ബൈക്ക് റൈഡ്, വിവിധ തരം റൈഡുകളുണ്ട്. എന്തായാലും നമ്മൾ വന്നപ്പോഴേക്കും മൊത്തം മഞ്ഞെന്നുള്ളത് ചില ഭാഗത്തായി മഞ്ഞ് ചുരുങ്ങി. ഇത് മനോഹരമായ കാശ്മീരിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഫിഫീസ് വ്ളോഗിലൂടെ. എന്താ കയറണ്ട അല്ലേ? അടുത്തേൽ കയറണോ? അല്ല, അടുത്തേൽ കയറാം, അല്ലെങ്കിൽ പോയിട്ട് വന്നിട്ട് കയറാം, കഴിക്കാം. വരും ഇവിടെ വരും. ആ വരും. ആ അന്നാ വന്നോ എന്നാ ഇറങ്ങിക്കോ. എവിടെ നിന്നാണ് കാപ്പി പിടിക്കണത്? ആ 3050 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. 3050 മീറ്റർ ഹൈറ്റിൽ. പക്ഷെ നമ്മൾ അതിൽ നിന്നും വീണ്ടും നമ്മൾ അടുത്ത ഫേസ് 2 കയറുമ്പോഴേക്കും നമ്മുടെ ഹൈറ്റ് ഒരുപാട് ഉയരത്തിലേക്ക് പോകും. ഇത് റെസ്റ്റോറൻ്റാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവസ്ഥ എന്താണെന്നറിയാം? ഒരു ചായക്ക് 150 രൂപ. അപ്പോൾ 150 രൂപ ചായക്കുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ ചായ കുടിക്കണ? നമ്മളൊക്കെ കേരളീയരല്ലേ? നമ്മളെങ്ങനെ 150 രൂപ കൊടുത്തിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫേസ് 1 കയറി ഇറങ്ങി വന്നിട്ട് നിന്നിട്ട് അവിടെ നിന്ന് നമ്മൾ 150 രൂപ ചായ കുടിക്കാമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ കയറിയ ആളിൽ നമ്മൾ തിരിച്ചിറങ്ങിപ്പോന്നു. ഗെയ്സ്, ഞങ്ങൾ തിരക്കിലാണ്, ക്യൂവിലാണ്. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. आप लोग को हिंदी नहीं जमता है ना? किसका भी नहीं। हम लोग ऐसा दूसरी भाषा आता है, हिंदी आता है, मराठी आती है। हमारा लड़का का लड़का है ना, चेन्नई में। तमिल तमिल और हमारा जितना फ्रेंड है केरला वाले सब, केरला अयप्पा वाले सब।
പേരക്കുട്ടിയുടെ ഫ്രണ്ടൊക്കെ കേരളത്തിലുള്ള കേരളത്തിലുള്ളവരാണ്. നമുക്ക് സർ രതിലാൽ പട്ടേൽ 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 മാം റത്തിലാൽ രതിലാൽ പട്ടേൽ ഋതുലാൽ പട്ടേൽ. അപ്പം മഹാരാഷ്ട്രക്കാരെ കൂടെയാണ് ഞങ്ങള് नरेंद्र मोदी विलेज उसका गाँव हमारा गाँव बाजू में है। नरेंद्र मोदी ഓ साहब യെസ്, ഗുജറാത്ത് ഗുജറാത്ത് ഗുജറാത്ത്. നരേന്ദ്രമോദി സാറിന്റെ വില്ലേജിലുള്ള 2 പേരാണ് നമ്മുടെ കൂടെ ഇന്നിപ്പോ ഈ വ്ലോഗിൽ കാണുന്ന നമ്മുടെ ഈ 2 സാറും. അതെ, ഈ സാറും മാഡം. വളരെ സന്തോഷം. കാരണം ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അമിത് ഷാ. हम लोग थर्ड टाइम आए इधर 3 टाइम 3 times. We are from Kerala. First time. for year Oh yes, yes. हम लोग Every 4 years. yes. Once. every 4 years We are first. ഇത് മഞ്ഞിലേക്ക് നമ്മളിപ്പോ ഇറങ്ങാൻ പോകും. പിന്നെ ചേട്ടൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പോയാൽ മതി. ഫേസ് 2 നിസാര കേസല്ല. ഫേസ് 2 വന്നിട്ട് ഈ നമ്മൾ ആ മഞ്ഞിന്റെ മുകളിലാണ്. അങ്ങനെ ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് ഞങ്ങൾ പിപ്പീസ് വ്ലോഗിനെ കൊണ്ട് അങ്ങനെ പറന്ന് 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 പോകണം. അവരെത്തിയിട്ടില്ല. ഗുൽമാർഗിലെ കാഴ്ചകളാണിത്. ഏപ്രിൽ മാസ കാഴ്ചകളാണിത്. ഫെബ്രുവരി മാർച്ചിൻ്റെ കാഴ്ചകൾ മറ്റൊരു വൈബാണ്. ഇത് മഞ്ഞെല്ലാം കുറേ ഉരുകി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വരുമ്പോഴുള്ള സ്നോ ഈസ് മെൽറ്റിംഗ്. അങ്ങനെ നമ്മുടെ കേബിൾ കാർ ഗുൽമാർഗിൻ്റെ ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 4000 മീറ്ററോളം ഉയരത്തിലാണ് ഗുൽമാർഗിൻ്റെ ഫേസ് 2 ചെന്ന് നിൽക്കുന്നത്. ഏകദേശം 13,000 മേലെ അടിയുണ്ട് ഇതിൻ്റെ ഹൈറ്റിനെ. അടിക്കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ആ ഹൈറ്റിലേക്ക് നമ്മുടെ കേബിൾ കാർ ഫിനിഷിംഗ് പോയിന്റിലേക്ക്, ഫേസ് 2 ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേബിൾ കാറിൽ നിന്നും ഞങ്ങൾ താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ നോക്കുമ്പോൾ ആ കേബിൾ കാറിൻ്റെ സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോഴുള്ള മനോഹരമായ ഗുൽമാർഗിൻ്റെ കാഴ്ചകളാണ്, മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞാനും പിപ്പിയൊക്കെ വളരെ സ്ലോവിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എന്തായാലും ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലം കാണാൻ വേണ്ടി കാത്തിരുന്ന ഞങ്ങൾക്ക് ഗുൽമാർഗിൻ്റെ ടോപ്പിലെത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും, ഞങ്ങൾ 7 പേരും. മനോഹരമായ ആ കാഴ്ച കാണാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. ആ കാഴ്ചകൾ എന്താണ് എന്നുള്ളതാണ് പിപ്പീസ് വ്ലോഗിലൂടെ നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത്. മനോഹരമെന്ന് പറയല്ല, അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഗുൽമാർഗിൻ്റെ ടോപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ വന്നു, ഗുൽമാർഗിൽ വന്നു, മഞ്ഞിൽ കിടന്നു, മഞ്ഞിൽ കുളിച്ചു. പിപ്പി ദേ മഞ്ഞിൽ കിടക്കുന്നു, കണ്ടില്ലേ? ഹലോ, പിപ്പി മഞ്ഞ് വാരി കളിക്കുന്നു. കാരണം മഞ്ഞിൽ കളിക്കാൻ വേണ്ടിയാണ് ഞാൻ പിപ്പിനെ കൊണ്ടുവന്നത്. മഞ്ഞിൽ കയറണം, മഞ്ഞിൽ കയറണം എന്ന് പറഞ്ഞാൽ മഞ്ഞിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തിയിരിക്കുകയാണ് പിപ്പി. ഹായ്, ഹലോ ഹലോ, ഗുൽമാർഗ് 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 ഗുൽമാർഗ്. നമ്മള് നടക്കുകയാണ്. ഞങ്ങൾ 2 റെഡി ഗുൽമാർഗില് മഞ്ഞിന്റെ തണുപ്പില്ല കേട്ടോ, ആവശ്യത്തിന് തണുപ്പുള്ളൂ. ഞങ്ങൾ 2 പേരെങ്കിലും ഗുൽമാർഗിൽ കൂടി ഇങ്ങനെ മഞ്ഞിന്റെ മുകളിൽ കൂടി നടക്കുകയാണ്. ജനുവരി ആണോ മഞ്ഞാണെങ്കിൽ നമുക്ക് ഇതൊന്നുമല്ല, വേറെ വൈബായിരിക്കുള്ളൂ. ഇപ്പൊ ഞാൻ കണ്ട ഓവർക്കോട്ടൊക്കെ കുറച്ച് ഓവർക്കോട്ടൊക്കെ കഴിച്ചിട്ടാണ്. അത്ര തണുപ്പൊന്നുമില്ല, എന്നാലും ഐസ് ഉണ്ട്. കാർമേഘങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എന്താ പറയുന്ന ഒരു തണുപ്പും ഒരു സൂര്യപ്രകാശം ഇല്ലാത്തൊരവസ്ഥ അല്ലേ?
ഇതിലിരിക്കും അപ്പൊ കുഴപ്പമില്ല. പറയില്ലേ എല്ലാവരും വിഷമിച്ച്. നിങ്ങൾ അങ്ങോട്ട് നോക്കി താഴ്വാരത്തിലേക്കുള്ള കാഴ്ചകളൊക്കെ. താഴ്വാരം എത്രയോ അടിമുകളിലാണ് നമ്മൾ, എത്രയോ മീറ്റർ മുകളിലാണ് നമ്മൾ. അതവിടെ കേബിൾ കാർ വരുന്നുണ്ടല്ലേ, അതാണ് കേബിൾ കാർ വരുന്നത്. ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മഞ്ഞ് കുറഞ്ഞതുകൊണ്ട് ബൈക്ക് റൈസിംഗ് ഒന്നും ഇവിടെ കാണുന്നില്ല. വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ചാല് കാണാം, അത് ഇവിടെ അവർ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, കാരണം നല്ല ഹൈറ്റിലായതുകൊണ്ട് നമ്മൾ കുറച്ച് നടന്ന് കഴിയുമ്പോൾ നമുക്ക് ബ്രീത്തിങ് കിട്ടുന്നില്ല, ഒരു പ്രശ്നമുണ്ട്. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച ഗുൽമാർഗ് എന്ന് പറഞ്ഞ ഒരു കിടിലൻ സൈറ്റിൽ ഞാൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ഗുൽമാർഗ് എന്ന് പറഞ്ഞാൽ സൂര്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, സൂര്യനാണ് ഞാൻ ഫോട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമ്മൾ വന്നൊരു ലൊക്കേഷനാണ്. ആ കിടിലൻ ലൊക്കേഷനിൽ നിന്ന് ഞാൻ പിപ്പീസ് വ്ലോഗിന് വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരാൻ ഉള്ളത് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ്, അതിമനോഹരമായ കാഴ്ചകളാണ് പിപ്പീസ് വ്ലോഗിലൂടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗുൽമാർഗ് വീഡിയോസ്. ഓക്കെ, അതാണ് കേബിൾ കാർ ഇറങ്ങി വരുന്ന സ്ഥലം. കണ്ട, കേബിൾ കാർ ഇറങ്ങി വന്ന് അവിടെ വന്ന് ഇറങ്ങി ഈ ഷെഡിലേക്കാണ് കേബിൾ കാർ ഇറങ്ങി വരുന്നത്. അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ടാണ് ആളുകൾ ഇവിടെ ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നതൊക്കെ. അപ്പോൾ ഒരുപാട് താഴെ ചെറിയ ഗ്രാമങ്ങളും ചെറിയ വീടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചില ഭാഗങ്ങളിലൊക്കെ മഞ്ഞുണ്ട്. ഈ കാണുന്ന മഞ്ഞുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഉരുകിയിട്ട് കുറേ നാളുകളെ ഉരുകി പാറ മൊത്തം കാണാതെ മഞ്ഞൾ നിറഞ്ഞു നിന്ന കഴിഞ്ഞ മാസം നിന്നിരുന്ന ആ വീഡിയോ ഒന്ന് നോക്കുമ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കുമ്പോൾ മഞ്ഞുരുകി പാറ തെളിഞ്ഞു വരുന്ന വീഡിയോകളാണ് അല്ലെങ്കിൽ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എന്താ പറയുക, കാശ്മീർ യാത്ര ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും. പ്രത്യേകിച്ച് കേരളീയരെന്ന് പറയുമ്പോൾ തെക്കറ്റത്ത് നിന്ന് വടക്കറ്റത്തേക്ക് വരുന്ന ആളുകളാണ്. അപ്പോൾ തെക്കറ്റത്ത് നിന്ന് വടക്കറ്റത്തേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, ഗുൽമാർഗ് പോലുള്ള മനോഹരമായ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് മഞ്ഞിൽ കുളിക്കാനും കിടക്കാനും ഉറങ്ങാനും മഞ്ഞിൻ്റെ കാഴ്ചകൾ കാണാനും നമുക്ക് ആഗ്രഹമുണ്ടാവും. അങ്ങനെ നമ്മൾ വരുന്നത് ഏപ്രിൽ മാസമാണെന്ന് മാത്രം, മഞ്ഞ് കുറവാണെന്ന് മാത്രം. പക്ഷെ മഞ്ഞ് നമുക്ക് ആവശ്യത്തിന് കാണാനുള്ള മഞ്ഞുകളും അപ്പോഴും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ പറയുമ്പോഴേ പെട്ടെന്ന് എനിക്ക് അണപ്പ് വരുന്നുണ്ട്. അത് ഈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്, ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമാണ്. എന്താ പറയുന്നത്, ഒരുപാട് പേരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം ഒരുപാട് പേര് വന്നു പോയി, സമയം ഒരുപാട് വൈകിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. മഞ്ഞുരുകി വെള്ളമായി നിൽക്കുകയാണ്. എല്ലാവരും പറയാറുണ്ട് ഇതേപോലെ മഞ്ഞെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ മഞ്ഞ് പൊടിച്ച് കാണിക്കണമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ മഞ്ഞെടുത്ത് കാണിക്കണം നിങ്ങളെ. ഇപ്പം കുറച്ച് മഞ്ഞ് വാരിയെടുത്ത് കൈമരവിച്ചു. ഞാൻ എൻ്റെ അടുത്ത കയ്യിലേക്ക് ഞാൻ മഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ തെക്കറ്റത്ത് നിന്നും ഇന്ത്യയുടെ വടക്കറ്റത്തേക്ക് നമ്മൾ വന്നു. കേരളത്തിൽ നിന്ന് വന്നു. ഇന്ന് നമ്മൾ കാശ്മീരിൽ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇന്ന് ഗുൽമാർഗിൽ വന്നപ്പോൾ അത് സാധ്യമായത്. അതുകൊണ്ട് ഒരിക്കലും തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ അനുഭവങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഗുൽമാർഗിൽ വന്നിട്ട് മഞ്ഞിന് മുകളിൽ നിന്നുകൊണ്ട് ഞാൻ പിപ്പിയെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിപ്പി പറയുന്നത് വീഡിയോ ഒക്കെ കൊള്ളാം, പക്ഷേ ഫോട്ടോ ആണ് എനിക്ക് ഇഷ്ടമെന്നാണ് പറയുന്നത്. ഫോട്ടോ എടുക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. കാരണം സമയമൊന്നും അധികം ആയിട്ടില്ല, കുറച്ച് നേരം കൂടി നമുക്ക് ഈ മഞ്ഞിൻ്റെ മുകളിൽ കിടന്ന് കളിക്കാം. എന്തായാലും ഷാരോൺ തൊട്ട് പുറകിലുണ്ട്. അപ്പോൾ ഷാരോൺ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞ ഷാരോൺ. ഹായ്.
കിടിലം ഒരു ലൊക്കേഷൻ, ഒരു എന്താ പറയുക, ഒരു കിടിലം ലൊക്കേഷൻ. അതായത് കാർമേഘം അടിഞ്ഞിട്ട് മലയുടെ സൈഡിൽ വന്നിട്ട് കാർമേഘത്തിൻ്റെ ആ മറ കൊണ്ട് സൂര്യൻ്റെ വെളിച്ചം മറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കിടില വൈബാണ് കാണുന്നത്. കിടില വൈബാണ്, കിടില വൈബ്. ആളുകളിവിടെ താഴെ ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. അടിപൊളിയാണ്. പിടിക്കട്ട, സ്ലോവിൽ. ഹലോ പിപ്പീസ് ബ്ലോഗിലെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ മലപ്പുറം ടീമിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു. എവിടെയാണ് എവിടെ? കുളത്തൂരുള്ള നമ്മുടെ ടീമാണിട്ടത്. മലയാളി ജെയ്സ്. കുളത്തൂർ, മേലാറ്റൂർ, പാണ്ടിക്കാട്. യെസ് അവിടെയൊക്കെ ഞങ്ങളുടെ KCB ഓഫീസുകളുണ്ട്. പാണ്ടിക്കാട് നമ്മുടെ സുഹൃത്തുക്കളെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റിട്ടയർഡായി. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. ഞാൻ ഫിഗർ ചെയ്യുന്ന ആളാണ്. ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യും, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫിഗർ ചെയ്യും, കുറച്ച് താരങ്ങളുടെ ശബ്ദം അനുകരിക്കും. അങ്ങനെ ചെറിയ പരിപാടികളുണ്ട്. ഞാൻ വൈകിട്ട് കോമഡി സ്കിറ്റ് ചെയ്യും. അങ്ങനെ കുറേ പരിപാടികൾ ചെയ്യുന്ന ആളാണ്. വളരെ സന്തോഷം കണ്ടതിൽ, ഒരുപാട് സന്തോഷം. താങ്ക്സ് മാഡം. താങ്ക് യു. എല്ലാവർക്കും ഒരു താങ്ക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ്? ഗുൽമാർഗിൽ നിന്നിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. അതും അങ്ങറ്റം. ഈ പിപ്പീസ് വ്ലോഗ്, ഇന്ന് പിപ്പി നൂഡിൽസ് കഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മുടെ പിപ്പീസ് വ്ലോഗിന്റെ ആളാണിത്. ₹100 മാഗിയാണ് കഴിക്കുന്നത്. ₹100 മാഗി. മാഗിക്കൊന്നും പറയാനില്ല, കുറ്റം പറയാനില്ല. നല്ല മാഗി. കോഫി മാഗി. നോ കോംപ്രമൈസ് റേറ്റിൽ, നോ കോംപ്രമൈസ്. ഒരു നമ്മള് വന്നപ്പോൾ 10 മണിയായി. ഫുഡൊക്കെ കഴിക്കണം. കുപ്പി എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറല്ലേ ചേച്ചി? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ ഫുഡ്? പൊളിയല്ലേ? ഷാരോൺ ചേട്ടാ, ഫുഡ് എങ്ങനെയുണ്ട്? അപ്പോൾ ഞാനെടുത്തത് കുറച്ച് റൈസും ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. കറി കൂടുതലാണ്. പനീർ കറിയുണ്ട്, വെജിറ്റബിൾ കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എൻ്റെ സൂപ്പ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സൂപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരിപ്പുണ്ട്, അപ്പുറത്തെ ടേബിൾ. നമ്മളവിടെ അല്ലേ എടുത്തത്. ആദ്യത്തെ സൂപ്പ് അവിടെ എടുത്ത് വെച്ചു. അപ്പോൾ സൂപ്പൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം. എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. 10 മണി കഴിഞ്ഞു. പിപ്പി, നമ്മുടെ റൂം അല്ലേ, കാശ്മീരത്തെ നമ്മുടെ 2ാമത്തെ ദിവസത്തെ താമസം. നമ്മൾ ഇന്ന് കണ്ടത് ഗുൽമാർഗാണ്. ഗുൽമാർഗ് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് താമസിക്കുന്ന ലങ്കാര എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്, ഒരു ഹോട്ടലിലാണ്. ആ ഹോട്ടൽ മുറി നിങ്ങൾക്ക് കാണാം. കാശ്മീരത്തെ ആ മഞ്ഞളുള്ള ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് റൂമിൽ ഞങ്ങളെത്തി. റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് റൂം. ഡബിൾ റൂമാണ്, പക്ഷേ ഇതിൽ ട്രിപ്പിൾ റൂമായിട്ടാണ് കിടക്കുന്നതെങ്കിലും ഞങ്ങൾ 2 പേരുള്ളൂ. ബാക്കി 2 ഫാമിലി താഴെയാണ്. അവിടെയും ഇതേപോലെയൊക്കെ തന്നെ ട്രിപ്പിൾ റൂമായിട്ട് തന്നെയാണ് കാണുന്നത്. ഡബിൾ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തെങ്കിലും നമ്മൾ 2 പേരുള്ളൂ. 3 റൂമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ 2 റൂമിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ.
2 ബെഡുണ്ട്, സിംഗിൾ ബെഡ്, ഡബിൾ ബെഡ്. 3 ദിവസം ഇവിടെ താമസിക്കും. 3 ദിവസം. പിന്നെ നമ്മൾ താമസിക്കുന്നത് ഗുൽമാർഗ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നേക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താമസിക്കുന്നത് നാളെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നാളെ പോകുന്നത് സോനാമാർഗ്, അത് കഴിഞ്ഞ് ഡാൽ ലേക്ക് അതിൻ്റെ പിറ്റേ ദിവസം. ഇതെല്ലാം അതായത് 3 നൈറ്റ് നമ്മൾ ഈ ലങ്കാറ ഹോട്ടലിലാണ്. എന്തായാലും ഹോട്ടലൊക്കെ അടിപൊളി കിട്ടുന്ന ഫുഡാണല്ലേ. അതായത് നമ്മൾ ഇന്നലെ കഴിച്ച ഹോട്ടലിലെ ഫുഡും ഇന്നത്തെ ഹോട്ടലിലെ ഫുഡും പറയുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. സൂപ്പറാണ്, എനിക്കൊന്നും പറയാനില്ല. കിഡ് ആണ്. രണ്ടിടത്ത് ചിക്കൻ കറി ഉണ്ടെങ്കിലും ഇന്നത്തെ ചിക്കൻ കറി അടിപൊളിയാണ്. അതേപോലെ എന്തൊക്കെയാണ്, ഒരുപാട് പച്ചക്കറികൾ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അപ്പോൾ നമുക്ക് ഇനി 2 ദിവസം ആദ്യപോലത്തെ ഫുഡ് തന്നെ കഴിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പിപ്പി ഇനി ബാക്കി വ്യൂവേഴ്സിനോട് പറയൂ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വീഡിയോ കാണുന്നവർ എന്താ ചെയ്യേണ്ടത്? ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു പറയുന്നു. ഞങ്ങളുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ. അപ്പോൾ നമ്മുടെ പിപ്പി പറഞ്ഞ തൊട്ട് എല്ലാ വ്യൂവേഴ്സും, വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. അതോടൊപ്പം ഓൾ ബട്ടൺ അമർത്താനും മറക്കരുത്. എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ, കാശ്മീർ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. വീണ്ടും വേറൊരു യാത്രയുമായിട്ട്. ഓക്കെ, ബൈ 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 ബൈ.